ചെകുത്താന്റെ കാലടികൾ ഭാഗം 2. ഞാൻ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. വളരെ അസാധാരണമായ പ്രത്യേകതകളുള്ള കേസായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ആകട്ടെ, വികാരിയച്ഛൻ നേരിട്ട് അവിടെ പോയിരുന്നോ? ഇല്ല മിസ്റ്റർ ഹോംസ്. മോർട്ടിമർ വന്ന് വിവരം പറഞ്ഞപ്പോഴേക്കും നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഇങ്ങോട്ട് പോന്നു. ആ വീട്ടിലേക്ക് എന്തു ദൂരം ഉണ്ടാകും? 1 മൈൽ ഉള്ളിലേക്ക് മാറിയാണ്. എന്നാൽ നമുക്കൊരുമിച്ച് അങ്ങോട്ട് നടക്കാം. അതിനു മുമ്പ് മോർട്ടിമർ ട്രിനിഗ്രീസിനോട് എനിക്ക് ചിലത് ചോദിക്കുവാനുണ്ട്. ആ മനുഷ്യൻ ഈ നേരം അത്രയും മൗനം ഭജിക്കുകയായിരുന്നു. അയാളുടെ കുടുംബത്തിൽ സംഭവിച്ച അത്യാഹിതത്തെപ്പറ്റി വിവരിച്ചു കൊണ്ടിരുന്നപ്പോൾ അയാളുടെ മുഖം വിളറിച്ചുളുങ്ങിയും അധരങ്ങൾ വിറയാർന്നും കണ്ണുകൾ ഭീതി പൂണ്ടും കാണപ്പെട്ടു. കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് അയാൾ ആകാംക്ഷാപൂർവം ഹോംസിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ മിസ്റ്റർ ഹോംസ്. എങ്കിൽ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ തുറന്നു പറയൂ. പറയാം. വികാരിയച്ഛൻ പറഞ്ഞതുപോലെ ഇന്നലെ അത്താഴത്തിന് ഞാൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് സ്വല്പനേരം ചീട്ട് കളിക്കാമെന്ന് എൻ്റെ മൂത്ത സഹോദരൻ ജോർജ് അഭിപ്രായപ്പെട്ടു. 9 മണി ആയി കാണും ഞങ്ങൾ കളിക്കാനിരുന്നപ്പോൾ. 10:15 ഞാൻ പോകാനിറങ്ങി. ഞാൻ പോന്നപ്പോൾ അവർ മൂവരും മേശയ്ക്ക് ചുറ്റും കളിത്തമാശകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളെ ആരാണ് യാത്രയാക്കിയത്? പാചകക്കാരി ഉറക്കം പിടിച്ചിരുന്നത് കൊണ്ട് ഞാൻ തനിച്ചാണ് ഇറങ്ങിപ്പോന്നത്. ഞാൻ പുറത്തിറങ്ങിയ പാടെ ഹാൾ മുറിയുടെ വാതിൽ ഞാൻ തന്നെ അടച്ചു. അവർ ഇരുന്ന മുറിയുടെ ജനാല നേരത്തെ അടച്ചിരുന്നു, എന്നാൽ കർട്ടൻ ഇട്ടിരുന്നില്ല. ഇന്ന് പുലർച്ചയ്ക്ക് ചെല്ലുമ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു. അന്യരാരും അകത്ത് കടന്നതിൻ്റെ യാതൊരു സൂചനയും കണ്ടില്ല. പക്ഷേ അകത്ത് സഹോദരന്മാർ 2 പേരും സുബോധം നഷ്ടപ്പെട്ടവരായും ഭയചകിതരായും സഹോദരി ബ്രണ്ട ഭയാക്രാന്തയായി മൃതപ്പെട്ടതായും കാണപ്പെട്ടു. ഇരുന്ന കസേരയുടെ കൈമേൽ അവളുടെ തളർന്ന തണുത്ത തല തൂങ്ങിക്കിടന്ന ആ ചിത്രം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയില്ല. അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെയാണ് വസ്തുതയെങ്കിൽ അത് തീർച്ചയായും ശ്രദ്ധേയമായിരിക്കുന്നു. ഹോംസ് പറഞ്ഞു, ഇത് പൈശാചികമാണ്, മാനുഷികമായിരിക്കില്ല, തീർച്ച. മോർട്ടിമർ തറപ്പിച്ചു പറഞ്ഞു. അവരുടെ മനസ്സിൽ നിന്ന് യുക്തിചിന്തയുടെ പ്രകാശം നശിപ്പിച്ചു കളഞ്ഞ എന്തോ ഒന്ന് ആ മുറിയിൽ പ്രവേശിച്ചു. മാനുഷിക ശക്തിക്ക് എങ്ങനെ അത് സാധ്യമാകും? ഈ സംഗതി മാനുഷിക ശക്തിക്ക് അതീതമായി സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ എൻ്റെ കഴിവിനും അപ്പുറമാണ്. ഏതായാലും അങ്ങനെയൊരു സിദ്ധാന്തത്തിൽ ചെന്ന് വീഴും മുമ്പ് സ്വാഭാവികമായ എല്ലാ സാധ്യതകളും നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. മോർട്ടിമറിനോട് തന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഒഴിച്ചുള്ളവരെല്ലാം ഒരുമിച്ച് താമസിക്കുമ്പോൾ നിങ്ങൾ മാത്രം കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നു അല്ലേ? അതെ, പക്ഷേ അത് കഴിഞ്ഞുപോയ കാര്യമാണ്. എങ്കിലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞങ്ങൾ തകരഖനനത്തിൽ ഏർപ്പെട്ടിരുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒടുവിൽ ഞങ്ങൾ ആ ഖനി ഒരു കമ്പനിക്ക് വിറ്റു. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടത്ര പണവും കിട്ടി. ആ പണം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ച് ചില ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ഞാൻ നിഷേധിക്കുന്നില്ല. ആ സ്വരച്ചേർച്ചക്കുറവ് കുറെ കാലത്തേക്ക് നീണ്ടു നിന്നെങ്കിലും പിന്നീട് അതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച ഇന്നലത്തെ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദുരന്തത്തിന്റെ ഉറവിടത്തിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽപ്പുണ്ടോ? എനിക്ക് സഹായകമായേക്കാവുന്ന എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് സസൂക്ഷ്മം ഒന്ന് ചിന്തിച്ചു നോക്കൂ മിസ്റ്റർ മോർട്ടിമർ. ഒന്നുമില്ല മിസ്റ്റർ ഹോംസ്. നിങ്ങളുടെ സഹോദരങ്ങൾ സാധാരണ നിലയിൽ തന്നെ ആയിരുന്നോ? അതെ ഹോംസ്. അവർ പേടിത്തൊണ്ടന്മാരായിരുന്നോ? അപകടം വരുന്നതിനെക്കുറിച്ച് അവർ എന്തെങ്കിലും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നോ? ഒന്നും ഉണ്ടായില്ല ഹോംസ്. എന്നെ സഹായിക്കുന്ന യാതൊന്നും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനാവുന്നില്ല അല്ലേ മോർട്ടിമർ? ഒരു നിമിഷത്തേക്ക് മോർട്ടിമർ ആലോചനയിലാണ്ടു. ഒരു സംഭവം ഓർമ്മിക്കുന്നുണ്ട് മിസ്റ്റർ ഹോംസ്. ഞങ്ങൾ മേശയ്ക്ക് ചുറ്റുമിരുന്നപ്പോൾ ഞാനും ജോർജും അഭിമുഖമായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ഞാൻ ജനാലയ്ക്ക് പുറംതിരിഞ്ഞും ജോർജ് ജനാലയ്ക്ക് നേരെയും. ഒരിക്കൽ അയാൾ എൻ്റെ തോളിൻ്റെ മുകളിലൂടെ പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് ഞാനും നോക്കി. കഥ കടഞ്ഞു കിടന്നിരുന്നെങ്കിലും ജനൽശീല ഉയർത്തി വെച്ചിരിക്കുകയായിരുന്നു.
അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ കഷ്ടിച്ചു കാണാമായിരുന്നു. തോട്ടത്തിലെ കുറ്റിച്ചെടികൾക്കിടയിലൂടെ എന്തോ ഒന്ന് തെന്നിമാറുന്നതുപോലെ എനിക്ക് തോന്നി. മനുഷ്യനാണോ മൃഗമാണോ അതെന്ന് തീർത്തു പറയാൻ നിവൃത്തിയില്ല. എങ്കിലും എന്തെങ്കിലും അവിടെ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നി. എൻ്റെ സഹോദരനും അതേ തോന്നൽ ഉണ്ടായെന്ന് അയാളും പറഞ്ഞിരുന്നു. ഇതേ എനിക്ക് പറയാനുള്ളൂ ഹോംസ്. അതേക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പരിശോധന നടത്തിയിരുന്നോ? ഇല്ല ഹോംസ്, അപ്രധാന കാര്യമായി ഞങ്ങൾ അത് തള്ളിക്കളഞ്ഞു. അതങ്ങനെ പോയി. അപ്പോൾ നിങ്ങൾ ആപത്തിനെക്കുറിച്ച് ഭൂതോദയമൊന്നുമില്ലാതെ പോന്നു അല്ലേ മോർട്ടിമർ? അതെ ഹോംസ്, ഒന്നും ഉണ്ടായില്ല. ഇന്ന് പുലർച്ചയ്ക്ക് ഇത്ര നേരത്തെ ഈ വാർത്ത നിങ്ങൾ കേൾക്കാനിടയായത് എങ്ങനെയെന്ന് ഒന്ന് വ്യക്തമാക്കാമോ മോർട്ടിമർ? ഞാൻ നേരത്തെ ഉണരുന്ന ആളാണ്. മിക്കപ്പോഴും ഉണർന്നു കഴിഞ്ഞാൽ പ്രാതലിന് മുമ്പ് ഒരു നടത്തമുണ്ട്. ഇന്ന് ഞാൻ നടക്കാനിറങ്ങിയ ഉടനെ ഡോക്ടർ വണ്ടിയിൽ എൻ്റെ മുമ്പിൽ കയറി പോകുന്നത് കണ്ടു. എന്നെ കണ്ടപ്പോൾ വണ്ടി നിർത്തി മിസ്സിസ് പോർട്ടർ അടിയന്തര സന്ദേശവുമായി ഒരു പയ്യനെ അയച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടയുടനെ ഞാനും വണ്ടിയിൽ കയറി അദ്ദേഹത്തിനോടൊപ്പം പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ആ മുറിയിൽ കയറി. മെഴുകുതിരിയും നെരിപ്പോട്ടിലെ തീയും മണിക്കൂറുകൾക്ക് മുമ്പേ അണഞ്ഞു പോയിട്ടുണ്ടാവണം. പിന്നീട് ഇരുട്ടത്ത് തന്നെ ആയിരിക്കാം നേരം വെളുക്കും വരെ അവർ കുത്തിയിരുന്നത്. ബ്രണ്ട മരിച്ചിട്ട് 6 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കുമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. കയ്യേറ്റത്തിൻ്റെ യാതൊരു ലക്ഷണവും കാണാനില്ലായിരുന്നു. കസേരത്തണ്ടിന്മേൽ കുറുകെ കിടക്കുകയായിരുന്നു പെങ്ങൾ. മുഖത്ത് ഭയപ്പാടിൻ്റെ പ്രാകൃത ഭാവവുമുണ്ട്. ജോർജും ഓവനും പാടിത്തകർത്ത് കുരങ്ങന്മാരെ പോലെ ചാബല്യങ്ങൾ കാണിച്ച് അബോധസ്ഥിതിയിൽ ഇരിക്കുകയായിരുന്നു. ഓ, ആ രംഗം കാണാൻ തന്നെ ഭയമാകും. ഞാൻ തളർന്നിരുന്നു പോയി. ഡോക്ടറാവട്ടെ വെള്ളക്കടലാസ് പോലെ വിളറി വെളുത്തു. അദ്ദേഹം മോഹലാസ്യപ്പെട്ടതുപോലെ കസേരയിലേക്ക് വീണുപോയി. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ കൈകളിൽ താങ്ങിക്കൊണ്ടു. വളരെ ശ്രദ്ധേയം. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് മാറ്റിയിട്ട് ഹോംസ് പറഞ്ഞു, ഒട്ടും താമസിക്കാതെ ഇനി ട്രെനിക് വാർത്തയിലേക്ക് തന്നെ പോവുകയാണ് വേണ്ടതെന്ന് തോന്നുന്നു. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഇത്ര കുഴഞ്ഞു മറിഞ്ഞ വിചിത്ര സ്വഭാവത്തോടു കൂടിയ കേസ് ഇതിനു മുമ്പ് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ലെന്നും കൂടി തുറന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ കേസ് അന്വേഷണത്തിനായി സംഭവസ്ഥലത്തേക്ക് നീങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ അശുഭകരമായ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന അനുഭവമുണ്ടായി. ഞങ്ങൾ ആ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ പാതയിലൂടെ നടന്നപ്പോൾ എതിരെ വരുന്ന ഒരു വണ്ടിയുടെ കരകര ശബ്ദം ഞങ്ങളുടെ ചെവിയിൽ വന്നലച്ചു. അത് കടന്നു പോകുന്നതുവരെ ഞങ്ങൾ വഴിയരികിൽ ഒതുങ്ങി നിന്നു. വണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അടഞ്ഞു കിടന്ന കിളിവാതിലിനിടയിൽ കൂടെ ഞാൻ അകത്തേക്ക് ഒന്ന് പാളി നോക്കി. തുറിച്ച കണ്ണുകളും കടിച്ചു പിടിച്ച പല്ലുകളും വിലക്ഷണമായ മുഖവുമായി ഏതോ ഒരു വികൃത കോലം അതിനുള്ളിൽ. അയ്യോ, എൻ്റെ കൂടപ്പിറപ്പുകൾ! മോർട്ടിമർ നിലവിളിച്ചു പറഞ്ഞു. അയാളുടെ ചുണ്ടുകൾ വിളറിപ്പോയി. അവരെ ഹെൽസ്റ്റണിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും. ഞങ്ങൾ സംഭ്രമത്തോടെ ആ കറുത്ത വണ്ടിയിലേക്ക് നോക്കി. അപ്പോഴേക്കും അത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾ നേരെ സംഭവം നടന്ന വീട്ടിലേക്ക് പോയി. ഒരു വലിയ ബംഗ്ലാവായിരുന്നു ആ ദൗർഭാഗ്യം പിടിച്ച വീട്. അതിൻ്റെ മുൻവശത്ത് ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു. ഉദ്യാനത്തിൽ വസന്തകാല കുസുമങ്ങളും കുടുംബാംഗങ്ങളിരുന്ന് ചീട്ട് കളിച്ചിരുന്ന മുറിക്ക് തോട്ടത്തിലേക്ക് ഒരു ജനലും ഉണ്ടായിരുന്നു. ട്രെഗിനീസിന്റെ വിവരണം അനുസരിച്ച് ഈ ജാലകത്തിൽ കൂടിയാണ് ഏതോ അജ്ഞാത ദുർഭൂതം അകത്ത് കടന്ന് നിമിഷം കൊണ്ട് മാരകമായ ഭയം ജനിപ്പിച്ച് അവരെ അസ്തപ്രജ്ഞരാക്കിയത്. വീടിൻ്റെ പൂമുഖത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഹോംസ് സാവകാശമായും സാവധാനമായും പുറത്തു ചുറ്റി നടന്ന് തോട്ടത്തിലെ പൂച്ചട്ടികളും നടപ്പാതകളും സൂക്ഷ്മ പരിശോധന നടത്തി. ഏകാഗ്ര ചിന്തയിൽ ലീനചിത്തനായി പോയതുകൊണ്ട് ഇഷ്ടന് ഒരമളിയും പിണഞ്ഞു. മുമ്പിലിരുന്ന ജലപാത്രം കണ്ണിൽപ്പെടാതെ തട്ടിമറിച്ചിട്ടു. അതിലെ വെള്ളം ഉദ്യാനപാതയെ നനച്ചു കുഴച്ചു, ഒപ്പം ഞങ്ങളുടെ പാദങ്ങളെയും. ഞങ്ങൾ വീടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ആ വയസ്സ് ചെന്ന പാചകക്കാരി മിസ്സിസ് പോർട്ടർ അവിടെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു പെണ്ണിൻ്റെ തുണയോടുകൂടി അവരാണ് വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത്. ഹോംസിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവർ ഉടനുടൻ മറുപടി കൊടുത്തു.